എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലീവ്സ് ഒക്കെ മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈ ഒരു രീതിയിൽ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പിൻ്റെ ഒരു അളവിലാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ ആ ക്യാബേജിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം എനിക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. കാരണം കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ വരുമല്ലോ ഗ്രേറ്റ് ചെയ്തെടുത്താലും. അപ്പം ഞാനത് ചോപ്പറിലിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിതൊന്നും കൂടി ഒന്ന് കഴുകിയെടുക്കും. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ കൈവച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞ് വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞെടുക്കണം. ഇതുപോലെ ഇരിക്കണം. വാട്ടർ കണ്ടൻറ്റ് തീരെ ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള മുറിച്ചത് ഇട്ട് കൊടുക്കാം. അത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. സവോള ഇതിലേക്ക് ചേർക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് മാറും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു ഇൻഡോ ചൈനീസ് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂൺ. അത് നമ്മുടെ എരിവിനനുസരിച്ച് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് 1 ടീസ്പൂൺ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ചതച്ചെടുത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ മൈദയാണ്. അതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കൈവച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. കാരണം സവോളയുടെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം പുറത്തോട്ട് വരും നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. വെള്ളം പോരാന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടിയും ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊക്കെ ഒരുപാട് വേണ്ട. ഇതിപ്പോൾ കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം കൂടുതലായിട്ട് വരും. ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ഒരു ഡോവിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. കയ്യിൽ കുറച്ച് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിൽ മതി. ഒരുപാട് വലുതാക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസും ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബോൾസ് ആക്കി എടുത്താലും മതി. എങ്ങനെയാലും കുഴപ്പമില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. ഇടുന്നതിന് മുമ്പ് ഞാനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾഭാഗമൊന്നും കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു സ്ട്രെയിനറിലേക്ക് ഇടാം. ഇതിൻ്റെ പുറം ഭാഗം കാണുമ്പോഴും അറിയാൻ പറ്റും നമുക്കിത് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ടോന്ന്. കണ്ടില്ലേ ഇപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതും നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. സോസിൻ്റെ കൂടെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കണ സമയത്ത് ഇത് ക്യാബേജ് ആണെന്ന് തീരെ മനസ്സിലാവില്ല നമുക്ക്. അത്രയും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടൊക്കെ കഴിച്ച സമയത്ത് എനിക്ക് തീരെ മനസ്സിലായില്ല ഇത് ക്യാബേജ് എന്നുള്ള കാര്യം. വെജ് മഞ്ചൂരിയൻ എന്ന് പറഞ്ഞ പേരിലാണല്ലോ നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കിട്ടുക. ഇപ്പോൾ കണ്ടില്ലേ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ ഞാനിതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു സോസ് തയ്യാറാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച സെയിം ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചൈനീസ് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം
മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത്. ഇനി ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി വരട്ടെ. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ പച്ചമണമൊക്കെ അത്യാവശ്യം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കപ്പോളാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്. ഇത് ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഡാർക്ക് സോയാ സോസാണ് ഒഴിക്കുന്നത്. ഡാർക്ക് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ലൈറ്റ് സോയാ സോസ് ആകുമ്പോൾ കുറച്ചും കൂടി അളവ് കൂട്ടി ഒഴിക്കാം. ഞാനിതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് കണ്ടില്ലേ, ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഇത് നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊന്ന് തിക്കായിട്ട് എടുക്കണം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെമി ഗ്രേവി ആയിട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം. എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷെ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോർ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലോറാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനിത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഇതുപോലെ മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തിക്കായിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യണത്. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ക്യാബേജിൻ്റെ ബോൾസില്ലേ, അതിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് കുറച്ച് സമയം ഇതിൽ കിടന്നൊന്ന് ഇതിൻ്റെ സോസൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കട്ടെ. നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം സോസിൽ ഉപ്പുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി, ഒരുപാട് വേണ്ട. ഞാനിതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ ബോൾസ് എല്ലാം ഈ സോസിൽ നന്നായിട്ട് തന്നെ കോട്ടായിട്ട് വരണം. ഇതിലേക്ക് ഈ സമയത്ത് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇട്ട് കൊടുക്കുകയാണ്. അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ വരും. ഇപ്പം ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു കളറും വന്നിട്ടുണ്ട്. ഈ സോസ് ഇതുപോലെ നന്നായിട്ട് തന്നെ കോട്ടായിട്ട് വരണം. ഒരുപാട് കൂടി ഡ്രൈ ആക്കി എടുക്കണ്ട. ഈ ക്യാബേജ് ബോൾസ് ഒന്നും തീരെ ഉടഞ്ഞൊന്നും പോകുന്നില്ല. ഇത് മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ചും കൂടി സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയൻ അഥവാ വെജ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സ്പൈസിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗോബി മഞ്ചൂരിയനൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയായിരിക്കും. 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബസ്മതി റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പച്ചരി വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിച്ചും ഇത് തയ്യാറാക്കാവുന്നതുള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെയുള്ള ലോങ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ കണ്ടോ, ഇതുപോലെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമ്മളിത് കുതിർത്തി എടുക്കണമെന്നില്ല കേട്ടോ. ഇത് കഴുകി നമ്മൾ അങ്ങനെ തന്നെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ ആർക്കാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി റൈസ് തന്നെയാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നെയ്യ് മാത്രം വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ്, പക്ഷേ വെളിച്ചെണ്ണ അത്ര നന്നായിട്ട് വരില്ല കേട്ടോ ഇതിന്. അപ്പോൾ എണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. പക്ഷെ നെയ്യും കൂടി ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് നന്നായിട്ട് വരും. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു കഷ്ണം കറുകപ്പട്ടി ഉണ്ടല്ലോ,
അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്കായ, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ സാധാരണ അതായത് ബ്ലാക്ക് കാടമ ഉണ്ടല്ലോ, കറുത്ത കളറിലുള്ള ഏലക്കായ, അത് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ, വേറെ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത ഈ ബേ ലീഫ്, കറുകപ്പട്ട, ഏലക്കായ ഇത് ഓപ്ഷണലാണ്. ജീര റൈസിൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ജീരകം മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ജീരകം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് നല്ല ജീരകം അല്ലെങ്കിൽ ക്യൂമിൻ സീഡ്സ് ആണ് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ജീരകത്തിൻ്റെയും ഹോൾ സ്പൈസസിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി വരണം. ഈ ഒരു ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സ് നെയ്യിലേക്ക് അല്ലെങ്കിൽ എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി വരും, ഇതുപോലെ നമ്മൾ വഴറ്റി കൊടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഡ്രെയിൻ ചെയ്തെടുക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്കിത് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യിൽ കിടന്ന് റൈസ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരുപാട് സമയം ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈസ് നന്നായിട്ട് വറുത്ത പോലെ ആയിട്ട് വരുന്നുണ്ടോ. അപ്പോൾ അത് വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ചൂടുവെള്ളം ഒന്നല്ല കേട്ടോ, പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി അളന്നെടുത്തത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ബസ്മതി റൈസ് എടുത്തത് കൊണ്ട് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതുപോലെ അരി നമ്മൾ കുതിർത്തിട്ടാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെന്ന് പറയുമ്പോൾ ഈസി റെസിപ്പിയാണ്, നമ്മളിത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതൊരു 1 pot റെസിപ്പിയാണ്. ഈ ഒരു പാത്രം തന്നെ മതി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വേറെ കൂടുതൽ പാത്രങ്ങൾ ഉപയോഗിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇതിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ഇത് കണ്ടോ, തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത ഈ ഒരു ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് മാറ്റാം. ഈ ഒരു ജീര റൈസ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവർ അല്ലേ വേണ്ടത്. അപ്പോൾ ഈ ബേ ലീഫൊക്കെ ഞാൻ മാറ്റണം കേട്ടോ. ബേ ലീഫ് അതുപോലെ ഈ ഒരു കറുകപ്പട്ട ഉണ്ടല്ലോ അത് മാറ്റാം. അപ്പോൾ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നെയ്യൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് തന്നെ അതിൻ്റെ ഫ്ലേവർ എല്ലാം വന്നിട്ടുണ്ടോ. അതുപോലെ ഈ ഏലക്കായി മാറ്റാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ റൈസ് കണ്ടോ ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനിത് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഇനി ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിലത്തെ വെള്ളമൊക്കെ കണ്ടോ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. റൈസ് ഓൾമോസ്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ഇതുപോലെ ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം 5 മിനിറ്റിന് ശേഷം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നമുക്കിത്. ഇതിലേക്ക് ഞാൻ മല്ലിയില മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജീര റൈസിൽ മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഞാനൊരു 5 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള റൈസ് റെസിപ്പി എന്നൊക്കെ പറയുമ്പോൾ തണുത്ത് കഴിയുമ്പോഴായിരിക്കും ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് വരാം കേട്ടോ. കണ്ടില്ലേ, തീരെ കുഴഞ്ഞു പോയിട്ടോ ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പം ഇത് കുക്ക് ചെയ്യണ സമയത്ത് ഒരുപാട് പ്രാവശ്യം ഇളക്കി കൊടുക്കാതിരിക്കട്ടെ. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ റൈസ് നമുക്ക് ഇതുപോലെ പൊട്ടാതെ കിട്ടില്ല, കുഴഞ്ഞു പോകാനും അതുപോലെ റൈസ് പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.